ജൂലൈ 18 ഇന്ന് കറക്റ്റ് സാറ്റർഡേ തന്നെ ആയതുകൊണ്ട് ഇന്ന് തന്നെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അങ്ങനെ ഭയങ്കര സെലിബ്രേഷനൊന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് കുറച്ച് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം. രാവിലെ തന്നെ ബലൂൺസൊക്കെ എല്ലാവരും തകൃതിയായിട്ട് തന്നെ വീർപ്പിക്കുന്നുണ്ട്. ഞാൻ ഉച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള വാട്ടർമെലനൊക്കെ കട്ട് ചെയ്യാണ് കേട്ടോ. 11:30 ഞാൻ എല്ലാവരോടും ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 12 മണിയാകുമ്പോഴത്തേക്കും വരും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പക്ഷേ അത്ഭുതത്ത് പറയട്ടെ, എല്ലാവരും 11:30 ആയപ്പോൾ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അല്ലുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വന്നു. സോ രണ്ടാളും കാറൊക്കെ ഓടിച്ച് കളിക്കുകയാണ്. ചെറിയ രീതിയിൽ കുറച്ച് ഫോട്ടോഷൂട്ടും അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ വീഡിയോസൊക്കെ എടുത്തു വന്നത് വിശാലാണ് കേട്ടോ. ഈ വ്ളോഗിന് മുന്നേ ഒരു ബർത്ത്ഡേ ഹൈലൈറ്റ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും അവൻ തന്നെ എഡിറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ അതെന്തായാലും ഈ വീഡിയോൻ്റെ ലിങ്ക് ചെയ്യിപ്പിക്കാം, അപ്പം നിങ്ങൾക്കത് കാണാമല്ലോ. Teach me the language of rustling leaves, stories that linger in the breath of the breeze. The dawn paints gold on the mountain's crown, while rivers whisper truths as they flow down. Their songs entwine with the trees that stand, knotted in time by nature's hand. Each echoing step on the forest floor opens a world through an ancient door. The silence alive, yet brimming with sound. In the arms of solitude I whispering pines sing me your tune. ഇപ്രാവശ്യം നമ്മൾ കേക്ക് ബോക്സിൽ നിന്നാണ് കേട്ടോ കസ്റ്റമൈസ് ചെയ്യിപ്പിച്ചത്. അല്ലുവിനും ഇപ്പോഴും എന്താ സംഭവം എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. പുള്ളിക്ക് അങ്ങോട്ട് കാര്യമായിട്ട് മനസ്സിലായിട്ടില്ല. കേക്ക് കണ്ടു, കേക്ക് കട്ട് ചെയ്യാം, കേക്ക് കഴിക്കാം എന്ന വിചാരം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാവരെയും കണ്ടിട്ടാണോ എന്ന് അറിയില്ല, പുള്ളിക്ക് ഭയങ്കര ഗൗരവം ആയിട്ടുള്ളൊരു ഫേസാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് കേക്കൊക്കെ കട്ടാക്കി അഗെയിൻ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. ഞാൻ ചെറിയ രീതിയിൽ ഒരു ഡ്രസ് കോഡൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാക്സിമം എല്ലാവരും അതേപോലെ തന്നെ ഒരു ബ്രൗൺ ആൻഡ് ബേജ് തീമിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവസാനമായപ്പോഴത്തേക്കും അത്യാവശ്യം നല്ലോണം ഹാപ്പിയായി. അപ്പോൾ കുറേ ഗിഫ്റ്റ്സൊക്കെ കിട്ടിയല്ലോ, അതിൻ്റെ കുറേ സന്തോഷമാണ്. പിന്നെ അത്യാവശ്യം നല്ലോണം സ്വീറ്റ്സും കഴിച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ ലഞ്ച് കഴിച്ചില്ല, അതിനും പകരം ഈ കേക്കും അതുപോലെ തന്നെ ഡോണട്ടും അതുപോലെ തന്നെ മിഠായിയും ഒക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഫുഡ് നമ്മൾ പുറത്തുനിന്നാണ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കോക്കനട്ട് കൗണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവർ തന്നെയാണ് നമുക്ക് ഇവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്കും ഫുഡ് ചെയ്ത് തന്നത് കേട്ടോ. ഇപ്രാവശ്യം നമ്മൾ ഒരു വെജ് പുലാവും പിന്നെ ഒരു ചിക്കൻ റോസ്റ്റാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കേട്ടോ.
പിന്നെ അത് കഴിഞ്ഞ് നമ്മളുടെ ചെറിയ രീതിയിലൊരു ഗാനമേളയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതോടുകൂടി നമ്മൾ പയ്യെ ഈ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ അങ്ങോട്ട് റാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ.